ഹായ് മച്ചാന്മാരെ, എയർ കൂളിംഗ് പത്തനംതിട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറങ്ങുന്നില്ല. രാത്രി ഇട്ട് കഴിഞ്ഞാൽ വിയർക്കുകയാണ്. അപ്പം അതിൻ്റെ പരിഹാരം എന്താണ്? അപ്പോൾ കപ്പാസിറ്റർ മാറ്റി ഇട്ടതാണ്. അപ്പം നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാം. ആണ് കപ്പാസിറ്ററിൽ നിന്ന് 2 വയർ വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലേക്ക് പോവും. പിന്നെ ഒരെണ്ണം കോമൺ ആയിട്ട് കൊടുക്കുകയാണ്. കോമണിനകത്തേക്ക് വന്നിരിക്കുന്നത് മഞ്ഞയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. അത് നമുക്ക് കപ്പാസിറ്ററിൽ നിന്നുള്ള സംഭവമൊക്കെ വെടിയിക്കാണ്. ഇങ്ങനെ കേട്ടെ, കപ്പാസിറ്ററിൽ നിന്നുള്ള വയറിങ്ങൊക്കെ നമുക്കൊന്ന് വെടിയിച്ചിടണം. മച്ചാന്മാരെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ബ്ലൂവും റെഡും ആണ് നമ്മൾ സ്റ്റാർട്ടിങ് റണ്ണിങ്. അപ്പോൾ അതാണ് നമ്മൾ കപ്പാസിറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാതെ, അത് 2 രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന് സീരിയസ് ആയിട്ട് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ടെസ്റ്റ് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വൈൻഡിങ് എവിടെയെങ്കിലും ബ്രേക്കിംഗ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതാണ് കണ്ടിന്യൂ ടെസ്റ്റർ. നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും നോക്കാം. ഓക്കെയാണ്, നോക്കാം. ഓക്കെയാണ്. ഇനി ഇതൊന്നും നമ്മൾ നോക്കാം. ഇത് ഓക്കെയാണ്. ഇതൊന്നും നോക്കാം. ഇതും ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. അപ്പോൾ വൈൻഡിങ് ഒക്കെ ഏകദേശം സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി കപ്പാസിറ്ററാണ് മാറ്റിയിടേണ്ടത്. നമുക്ക് കപ്പാസിറ്റർ മാറ്റിയിടാം. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഇതൊരു 2.25 MFയുടെ ഒരു കപ്പാസിറ്ററാണ്. അപ്പം ഇത് നമ്മൾ മാറ്റിയിട്ട് പുതിയതൊരെണ്ണം ഇടാൻ പോവാണ്. പുതിയ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 2.5 ഒരു കപ്പാസിറ്ററാണ്. 2.5 ഒരു കപ്പാസിറ്ററാണ്. പിന്നെ 2 വയറുണ്ടാവും. 2 വയർ സ്റ്റാർട്ടിങ് റണ്ണിങ്ങിലേക്ക് കൊടുത്താൽ മതി. പിന്നെ കോമൺ ഡയറക്റ്റായിട്ട് കോമണും കൊടുത്താൽ മതി. അപ്പം അതിനായിട്ട് നമ്മൾ ശരം സ്ലീവ് ചെയ്യാണ്ട്, സ്ലീവ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സ്റ്റാർട്ടിങ്, ഇത് റണ്ണിങ് ആണ്. ഓക്കെ, റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്, ഗുഡാണ്. നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കറണ്ടിലാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊന്നും കണ്ടിന്യൂ ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൊടുക്കുക. അതിനായിട്ട് നമുക്ക് 1-2 എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കോമൺ ആണ്. ഇത് റണ്ണിങ് ആണ് കേട്ടോ. ഇത് റണ്ണിങ് ആണ്. അപ്പം 1-2 എക്യുപ്മെൻറ്റ്സ് മതി നമുക്ക് വീട്ടിലൊക്കെ. നമുക്ക് സാരമായിട്ട് നമുക്ക് ഷോപ്പിലൊന്നും കൊണ്ടുപോകാതെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. കാരണം അയച്ച് പിന്നെ കൊടുത്ത് പിന്നെ അത് റിട്ടേൺ വാങ്ങിച്ചുകൊണ്ട് ആക്ച്വലി മെനക്കേടുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു വേറെ തെറ്റല്ല. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ വയറിപ്പോൾ ഇതിപ്പം കൊടുത്തിരിക്കുന്നത് ഇത്രയും സ്ലീവ് വെളിയിലാണ്. യാതൊരു കാരണവശാലും നമ്മളങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, അത് നമുക്ക് ഇത്ര വേണ്ട, കട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു കാരണവശാലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കാം. കട്ട് ചെയ്യേ. അവിടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടിച്ചു അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. കാരണം അതെല്ലാം സെറ്റായിട്ടുണ്ട്. കപ്പാസിറ്റർ ഇട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മളിതൊന്ന് വൃത്തിയാക്കുന്നുണ്ടല്ലേ, കണ്ടില്ലേ? അതൊക്കെ നമുക്കൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. അതിനായിട്ടൊന്ന് കുറച്ച് വൃത്തിയാക്കണം. കാരണം അതുപോലെ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ഇത്ര ഗ്യാപ്പ് ഇതാവണം. ഉണ്ടോ, ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. ഇത്ര ഗ്യാപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിൽ കിടന്ന് പറയും സൗണ്ട് കേൾക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫിറ്റ് ചെയ്യുന്നവർ അഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിച്ചാണ്. ഞാൻ കറാന്ന സൗണ്ട് കേൾക്കും. പാറപ്പുറത്തിട്ട് വരയ്ക്കുന്ന പോലെ സൗണ്ട് ആയിരിക്കും. നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കാറുണ്ട്. നല്ല രീതിയിൽ പൊടി കയറിയിട്ടുണ്ട്.
അപ്പോൾ സർവീസ് ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. നല്ല പൊടിയായിട്ടുണ്ട്. നമ്മളത് നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 ലൈൻ ഉണ്ട്. 2 ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 2 ലൈനിലേക്ക് കൊടുക്കാം. അപ്പം നമ്മൾ കറക്കി വിടുമ്പോൾ കറക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കറങ്ങുന്നൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ബെയറിങ്ങൊക്കെ സൂപ്പറാണ്. അപ്പം നമുക്ക് 2 വയറിങ് നേരം കൊടുത്താൽ മതി. ഫേസിനോട്ടും കൊടുത്ത് ഓണാക്കിയാൽ മതി. അത് ഓണാകുന്നുണ്ട്, കറങ്ങുന്നുണ്ട്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.